കോഴിക്കോട് ജില്ലയിലെ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ലഹരിമരുന്ന് പ്രത്യേകിച്ച് MDMA വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിൽ ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു റെയ്ഡായിരുന്നു ഇത്. ഈ വിവരപ്രകാരം ഈ MDMAയുമായി ഒരു വ്യക്തി MDMA വാങ്ങുന്നതിനായിട്ട് ഒരു വ്യക്തി ഡൽഹിയിൽ പോയിട്ടുണ്ടെന്നും ഡിയാൻ MDMA വാങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷം യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വളരെ വിപുലമായ രീതിയിൽ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ടെന്നും ഡിയാൻ്റെ പക്കൽ വളരെ ഹ്യൂജായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഈ കേസ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇയാൾ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി വയനാട് ജില്ലക്കാരനാണ്. പക്ഷേ പുള്ളിയുടെ വിഹാര കേന്ദ്രം ഈ പറയുന്ന കോഴിക്കോട് ജില്ലയാണ്. ഇയാൾ മംഗള എക്സ്പ്രസ് വരുന്നെന്നുള്ള വിവരമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. 2 ദിവസം മുമ്പ് വിവരം കിട്ടിയെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള വിവരം ഇന്നലെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. മംഗള എക്സ്പ്രസ്സിലെ വരുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻ നടത്തി. ഇയാളെ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ MDMA ആയിട്ട് വെളിയിലേക്ക് വന്ന സമയത്താണ് പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഡിയാൻ ഒറ്റയ്ക്കാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വിശദമായ അന്വേഷണം നടന്നു വരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ അവർ കൊണ്ടുവരുമ്പോഴേ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ വേറെ ആളുകൾ കാണും, അതിന് നല്ല ഒരു ലക്ഷ്യവും കാണും. അതേപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു. ഉദ്ദേശം ഒരു 50 ലക്ഷം രൂപയോളം വിലയുള്ള സാധനമാണ് ഇപ്പം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അവരുടെ മോഡസ് ഓപ്പറാൻഡി ഈ മൊത്തവിതരണത്തെക്കാളുപരി അവർ യുവജനങ്ങളെയാണ് നോട്ടമിടുന്നത്. അപ്പോൾ ഇത് ചെറിയ പാക്കറ്റുകളിൽ 1/2 ഗ്രാമൊക്കെ ആക്കി ഇവർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 5000 രൂപ അതിന് അവർ ചോദിക്കുന്ന വില അവർക്ക് കിട്ടും. 5000 രൂപ 6000 രൂപ വരെ ഓപ്പൺ മാർക്കറ്റിൽ അവർ 1 ഗ്രാമിന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 981 ഗ്രാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻകംസ് അറൗണ്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ എത്ര ആവും എന്നുള്ളത്. പിന്നെ അതിനെപ്പറ്റിയും നമ്മൾ വിശദമായ അന്വേഷണം നടന്നു വരുന്നു. നമുക്ക് ചില വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം അതേപ്പറ്റി നടത്തി വരുന്നു. അതെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ പുള്ളിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അതിനുശേഷം പുള്ളി MDMA ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലത്തിൽ കൂടിയാണ് അത് ബിസിനസ്സിലേക്ക് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 26 വയസ്സോളം കഷ്ടിച്ച് പ്രായമുള്ളൂ ഈ പറയുന്ന വ്യക്തിക്ക്. ഇല്ല, ഇത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പുള്ളി ഏതാണ്ട് ഒരു 1-1.5 മാസം കൊണ്ടാണ് കച്ചവടം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിശദമായ അന്വേഷണത്തിന് ശേഷം നമുക്ക് അതേപ്പറ്റി തീർത്ത് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതെ, സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ ഈ അവസരത്തിൽ പറ്റില്ല. പിന്നെ വിശദമായ ഒരു അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ നമുക്കതേപ്പറ്റി പറയാൻ പറ്റൂ. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് അതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപക്വമായി പോകും.